ഹരിത സംസ്ഥാനത്ത് ഡൽഹിയിൽ ഇപ്പോൾ താമര തരംഗമെന്ന് തന്നെ പറയാം. യമുനാ നദി തീരത്ത് വീണ്ടും ഒരു താമര 27 വർഷത്തിന് ശേഷം ഒരു താമര വിരിയുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ ആദ്യ മണിക്കൂറിലെ വോട്ടെണ്ണലിൽ പ്രതിഫലിക്കുന്നത്. 47 സീറ്റിൽ കേവല ഭൂരിപക്ഷം കടന്ന് 47 സീറ്റിൽ BJP കുതിച്ചുയർന്ന അവസ്ഥ. മോദി അടക്കമുള്ള നേതാക്കൾ, അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ സംസ്ഥാനത്ത് വന്ന് നിരന്തരമായി പ്രചരണ രംഗത്തെത്തിയതിന്റെ പ്രതിഫലനം. ഇടത്തര കുടുംബത്തിൽ ഇടത്തര വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ടുകൾ അല്ലെങ്കിൽ ചേരിനിവാസികളുടെ വോട്ടുകളെല്ലാം BJPക്ക് അനുകൂലമാകുന്ന ഒരു അവസ്ഥ, ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആദ്യ മണിക്കൂറിൽ തെളിഞ്ഞു കാണുന്നത്. അതേസമയം തന്നെ AAPയുടെ വൻമരങ്ങളായ അരവിന്ദ് കെജ്രിവാൾ, അതിഷി അടക്കമുള്ള നേതാക്കൾ, സിസോദിയ അടക്കമുള്ള നേതാക്കളെല്ലാം പിന്നിട്ട് പോയിരുന്ന അവസ്ഥ. എന്തായാലും പ്രധാനമായും മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കൾ, ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കളെല്ലാം പിന്നിട്ട് പോയിരുന്ന അവസ്ഥ. ഡൽഹിയിൽ BJP തങ്ങളുടെ കുതിച്ചുകൊണ്ടിരിക്കുന്നു. 47 സീറ്റിൽ കേവല ഭൂരിപക്ഷം കടന്ന് 47 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. അതേസമയം തന്നെ BJP ഒരു വലിയ രീതിയിലുള്ള തരംഗം സംസ്ഥാനത്തെ തീർക്കുന്നു. യമുന നദീതീരത്ത് താമര വിരിക്കാനുള്ള വ്യക്തമായ രാഷ്ട്രീയ ബോധം BJPക്കുള്ള സാഹചര്യത്തിലായിരിക്കാം ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം. BJP ഇപ്പോൾ 49 സീറ്റിലേക്ക് കുതിച്ചുയർന്ന കാഴ്ച. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 36 കടന്ന് 49 സീറ്റിലേക്ക് കുതിച്ചുയർന്ന അവസ്ഥ. AAPയുടെ വൻമരങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. മനീഷ് സിസോദിയ അടക്കമുള്ള, കേജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ താഴോട്ട് പോയിരുന്ന അവസ്ഥ, പിന്നിട്ട് പോയിരിക്കുന്ന അവസ്ഥ. അതേസമയം തന്നെ കോൺഗ്രസിൽ നിന്ന് BJP മറുകൊണ്ടം ചാടിയ പല പ്രമുഖരും തങ്ങളുടെ വ്യക്തമായ ഭൂരിപക്ഷം അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുന്ന അവസ്ഥ. എന്തായാലും BJP ഡൽഹിയിൽ 27 വർഷത്തിന് ശേഷം വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി സംസ്ഥാനം ഭരിക്കാനുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ ഈ മണിക്കൂറിൽ BJP മുന്നിട്ട് നിൽക്കുന്നു. അടിതെറ്റിയിരിക്കുന്നു ആം ആദ്മി പാർട്ടി. മദ്യനയ അഴിമതി കേസും യമുനാ നദി തീരത്തെ വിഷമടക്കമുള്ള വിവാദ വിഷയങ്ങളെല്ലാം BJPക്ക് അനുകൂലമായി. അതേസമയം തന്നെ AAPക്ക് ഇതെല്ലാം തിരിച്ചടിയായി. ഇതിനെ പ്രതിരോധിക്കാൻ AAPക്ക് വേണ്ട രീതിയിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കാൻ സാധിച്ചില്ല. കേവല ഭൂരിപക്ഷം കടന്ന് 49 സീറ്റിൽ ഇപ്പോൾ BJP കുതിച്ചുയർന്ന അവസ്ഥ, ഒരു കാഴ്ചയാണ് ഈ മണിക്കൂറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ പ്രതിഫലിക്കുന്നത്. 27 വർഷത്തിന് ശേഷം വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു വന്നു താമര, അല്ലെങ്കിൽ ഡൽഹിയിൽ താമര തരംഗം എന്ന് പറയാം. ഈ മണിക്കൂറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അല്ലെങ്കിൽ വോട്ടെണ്ണലിൽ 49 സീറ്റിൽ BJP ഇപ്പോൾ വ്യക്തമായ കേവല ഭൂരിപക്ഷവും കടന്ന് മുന്നേറുന്ന അവസ്ഥ. അതേസമയം തന്നെ കോൺഗ്രസ് തകർന്നടിയുന്ന അവസ്ഥ. ഒരൊറ്റ സീറ്റിൽ മാത്രം കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു. പ്രധാനമായും AAPയെ സംബന്ധിച്ചോളം വലിയ പ്രമുഖരെല്ലാം വൻമരങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ, പിന്നിട്ട് പോയിരിക്കുന്ന അവസ്ഥ. ഈ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ ഈ തെരഞ്ഞെടുപ്പിൽ മദ്യനയ അഴിമതി കേസും യമുനാ നദി തീരത്തെ വിഷമെല്ലാം, ഈ വിവാദങ്ങളെല്ലാം AAPക്ക് വലിയ തിരിച്ചടി നേരിട്ടു. അല്ലെങ്കിൽ AAP കൊണ്ടുവന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന വിവിധ വാഗ്ദാനങ്ങളൊന്നും AAPക്ക് അനുകൂലമായില്ല. ഇതെല്ലാം തിരിച്ചടിയായി. അനുകൂലമായത് BJPക്കാണെന്ന ഒരു വ്യക്തമായ ഈ മണിക്കൂറിൽ വരുന്ന വോട്ടെണ്ണയിൽ തെളിഞ്ഞു കാണുന്നത്. എന്തായാലും 49 സീറ്റിൽ BJP ഇപ്പോൾ മുന്നിട്ട് നിൽക്കുമ്പോൾ കേവലം ഒരു 20 സീറ്റിൽ മാത്രമാണ്